മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് ഒരു പ്രഭാതം കൂടി നൽകിയിരിക്കുകയാണ്. സ്നേഹത്തിൻ്റെ അടയാളമായി കർത്താവ് നൽകിയ പ്രഭാതം ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തോട് ചേർന്ന് നിൽക്കുവാനും ദൈവമാണ് സകലത്തിൻ്റെയും അധികാരി എന്ന് പ്രഘോഷിക്കുവാനുമായിട്ട് നമുക്ക് നൽകപ്പെട്ടതാണ്. ആ ഒരു വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ നമുക്കെല്ലാവർക്കും ഈ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കാം. പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലൂടെ ഈശോ നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയാം. ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ അധികമായ സ്നേഹം നമ്മളിലേക്ക് ഒഴുക്കുന്ന ഒരു ശുശ്രൂഷയാണ് ഈ പ്രഭാത വിരുന്ന്. അപ്പോൾ പ്രിയപ്പെട്ടവർ, ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെല്ലാവരെയും ഈ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ എല്ലാ കാര്യങ്ങളും അനുഗ്രഹപ്രദമായി തീരാൻ നമ്മുടെ ജീവിത മേഖലകളിൽ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക പ്രാർത്ഥനാ സഹായം ലഭിക്കുവാനായിട്ട് നമ്മളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ എല്ലാ ജീവിത രീതികളും ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ സഹനങ്ങളും വേദനകളും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്ന് സ്വീകരിക്കുവാനും അനുഗ്രഹമാക്കുവാനും കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇന്ന് നൽകുവാനിരിക്കുന്ന എല്ലാ നന്മകൾക്കും നന്ദി പറഞ്ഞുകൊണ്ടും കർത്താവിനോട് ചേർന്ന് നിന്ന് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് നമ്മുടെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം. പരിശുദ്ധാത്മാവാണ് നമ്മെ ശക്തിപ്പെടുത്തുന്നത്. പരിശുദ്ധാത്മാവാണ് നമ്മെ അഭിഷേകം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവാണ് വചനത്തിൻ്റെ ഒരു നിറവ് നമുക്ക് നൽകുന്നത്. ഈ വചനം നമ്മളെ ശ്രവിക്കുവാനും സ്വീകരിക്കുവാനുമായിട്ട് ഒരുങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവായ ദൈവമേ, എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, എൻ്റെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ. പ്രത്യാശ നൽകണമേ. പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കണ്ണുകളടച്ച് മൗനമായി പരിശുദ്ധാത്മാവേ ഞങ്ങളിലെല്ലാം വന്ന് നിറയണമേ എന്ന് ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് ഈശോയുടെ വചനം സ്വീകരിക്കുവാനായി നമുക്കൊരുങ്ങാം. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം പ്രത്യേകമായിട്ട് നമുക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളിലും കഷ്ടതകളിലുമായിരിക്കുന്ന അനേകരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് സാമ്പത്തിക മേഖലകളിലൊക്കെ തകർച്ച അനുഭവപ്പെട്ട് നിരാശയിൽ കഴിയുന്ന മക്കളെ നമുക്ക് ഓർക്കാം. അവരുടെ എല്ലാം ജീവിതങ്ങളിൽ കർത്താവിൻ്റെ വലിയ കരുണയും അഭിഷേകവും ഉണ്ടാവാൻ യേശുവേ അവരുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഇന്നത്തെ ദിവസം പ്രത്യേകമായി നമുക്ക് ഈ നിയോഗത്തോടു കൂടി പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. ഈശോയുടെ വചനം നമുക്ക് ശ്രവിക്കാം. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായം 23-ാം തിരുവചനം.
വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 100 മേനിയും 60 മേനിയും 30 മേനിയും ഫലം പുറപ്പെടുവിക്കുന്നു. വചനം കേട്ട് ഗ്രഹിക്കുന്നവനാണ് നല്ല നിലത്ത് വീണ വിത്ത്. അവൻ 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെല്ലാം അവൻ്റെ ദാനങ്ങളാണ്. നമ്മുടെ കഴിവ് കൊണ്ടും നമ്മുടെ ശക്തി കൊണ്ടും സാമർഥ്യം കൊണ്ടും നമ്മൾ സമ്പാദിച്ചതാണ് എന്ന് കരുതുന്നുണ്ട് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലെ പരാജയമാണ്. നല്ല നിലത്ത് വീണ വിത്തിൻ്റെ ഒരു പ്രത്യേകത, ആ വിത്ത് ആ ഭൂമിയോട് ചേർന്ന് നിൽക്കുവാനായി താല്പര്യം കാണിക്കുന്നുണ്ട്. ആ വിത്ത് ആ ഭൂമിയിൽ, ആ മണ്ണിൽ നശിപ്പിക്കപ്പെടുവാനായി അത് ആഗ്രഹിക്കുന്നു. ഇല്ലാതായി തീരുവാൻ അത് ആഗ്രഹിക്കുന്നു. ഇല്ലാതായി തീർന്നു കഴിയുമ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള രൂപം പുറത്തു കടന്നു വരുന്നത്. ഒരു വിത്ത് എന്ന് പറഞ്ഞാൽ അതിൽ അനേകം പോസിബിലിറ്റീസ് ഉണ്ട്, സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്നതാണ് ഒരു വിത്ത്. അതൊരു മരമാകാൻ, ഒരു വൃക്ഷമാകാൻ, ഒരു ചെടിയാവാൻ, ഒരു കായാവാൻ, ഫലമാകാൻ, അതിന് ഒത്തിരിയേറെ പോസിബിലിറ്റീസ് നിറഞ്ഞു നിൽപ്പുണ്ട്. എന്നാൽ ആ വിത്തിലുള്ള പോസിബിലിറ്റീസ് എല്ലാം, സാധ്യതകളെല്ലാം എപ്രകാരമാണ് പൂർത്തീകരിക്കപ്പെടുന്നത്? അത് തന്നെ തന്നെ വിട്ടുകൊടുക്കാൻ തയ്യാറാകുമ്പോഴാണ്, തന്നെ തന്നെ വിട്ടുകൊടുക്കുമ്പോഴാണ് അതിൻ്റെ സാധ്യതകളിലെ പൂർണ്ണത അതിലേക്ക് കടന്നു വരുന്നത്. ഇപ്പോൾ ഒരു വിത്ത് ചിന്തിക്കുക, ഞാൻ ഈ മണ്ണിൽ കിടക്കൂല, ഈ മണ്ണിൽ നിന്ന് വരുന്ന അതിൻ്റെ ചൂടും അതിൽ നിന്ന് വരുന്ന തണുപ്പും ഇതൊന്നും എനിക്ക് സഹിക്കാൻ പറ്റൂല, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വിത്ത് അവിടെ കിടന്ന് നശിച്ചു പോകത്തേ ഉള്ളൂ. എന്നാലോ ഈ മണ്ണിനോട് ചേർന്ന്, ആ മണ്ണിനോട് ഇഴുകിച്ചേർന്ന് അതിൽ നിന്ന് വരുന്ന ചൂടും അതിൽ നിന്ന് വരുന്ന തണുപ്പും അതിൽ നിന്ന് വരുന്നതെല്ലാം അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയായി സ്വീകരിച്ചു കഴിയുമ്പോൾ ആ വിത്തിൻ്റെ തോട് അത് ഇല്ലാതായി തീരും. അതിൻ്റെ ഉള്ളിലുള്ള എല്ലാ സാധ്യതകളും പുറത്തേക്ക് കടന്നു വരികയാണ്. അങ്ങനെ അത് മുളച്ച് വളർന്ന് അതൊരു ചെടിയായി, വൃക്ഷമായി, അതിലെ ഫലങ്ങൾ ഉണ്ടാകാനായിട്ട് തുടങ്ങുകയാണ്. അതായത് നൽകപ്പെട്ടത് മുഴുവനും സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ആ വിത്തിന് ഒരു മാറ്റം വരുന്നത്, ആ വിത്തൊരു പൂർണ്ണതയിലേക്ക് കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. ഒത്തിരിയേറെ സാധ്യതകളിലുമാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സാധ്യതകൾ എങ്ങനെയാണ് പൂർണ്ണത പ്രാപിക്കുന്നത്? സാധ്യതകൾ പൂർണ്ണത പ്രാപിക്കുന്നത് നാം എത്രത്തോളം ആ സാധ്യതകളോട് സഹകരിക്കുന്നു എന്നതനുസരിച്ചാണ്. നന്നായിട്ട് പഠിക്കാനുള്ള കഴിവ് ഒരു കുട്ടിക്ക് ദൈവം നൽകിയിട്ടുണ്ട്. എന്നാൽ ആ പഠിക്കുവാനുള്ള കഴിവ് നൽകപ്പെട്ടു എന്നതിനെ സ്വീകരിച്ച് അതിനു വേണ്ടിയുള്ളൊരു പരിശ്രമം, അതിനോട് ചേർന്ന് നിൽക്കാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താല്പര്യം കാണിക്കുവാനും സാധിക്കുന്നില്ല എങ്കിൽ, പരിശ്രമിക്കുന്നില്ലെങ്കിൽ ആ കഴിവ് വെറും കഴിവായി മാത്രം അവിടെ നിലനിൽക്കുക. അതിൻ്റെ സാധ്യതകൾ അവിടെ അങ്ങനെ തന്നെ നിന്നു പോവുകയാണ്. എന്നാൽ സാധ്യതകളെല്ലാം പൂർണ്ണതകളാക്കി മാറ്റപ്പെടേണ്ടതാണ്. അപ്പോൾ അതിനുവേണ്ടി അതിനോട് ഇഴുകിച്ചേരുന്ന ഒരു ജീവിതം നമുക്കുണ്ടാവണം. അങ്ങനെയാണ് നല്ല നിലത്ത് വീണ വിത്തിനെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചു. അത് തന്നെയാണ്, നല്ല നിലത്ത് വീണ വിത്ത് അത് പൂർണ്ണമായും നൽകപ്പെട്ടതുകൊണ്ട് ആ വിത്തിനെക്കുറിച്ച് പറഞ്ഞതാ, അത് വചനം ശ്രവിച്ച് പൂർണ്ണതയിൽ അതിനെ സ്വീകരിച്ച് 30, 60, 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരാണ് എന്ന് പറഞ്ഞ പോലെ കർത്താവിൻ്റെ ഓരോ വാക്കിലും ശക്തിയുണ്ട്, ഓരോ വാക്കിലും ഒത്തിരിയേറെ പോസിബിലിറ്റീസ് ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് പോസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ ഓരോ വചനത്തിലും നിറഞ്ഞു നിൽപ്പുണ്ട്. ആ വചനത്തെ സ്വീകരിക്കുമ്പോഴാണ് ആ അനുഗ്രഹം നമുക്ക് സ്വന്തമാകുന്നത്. ആ വചനത്തോട് ചേർന്ന് നിൽക്കുമ്പോഴാണ് ആ അനുഗ്രഹം നമുക്ക് സ്വന്തമാകുന്നത്. ആ വചനത്തിൽ ജീവിക്കാൻ തുടങ്ങുമ്പോഴാണ് അത് നമുക്ക് പൂർണ്ണതയിൽ ജീവിക്കുവാനായിട്ട് നമ്മെ നയിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഈ ഒരു ജീവിതമാണ് കർത്താവ് നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്.
ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരുന്ന ഒരു ജീവിതം. അതിലൊരു എളിമയുണ്ട്, അതിലൊരു താഴ്മയുണ്ട്, അതിലൊരു തകർക്കപ്പെടലുണ്ട്, അതിലൊരു ഉപേക്ഷയുണ്ട്. ഇതുണ്ടെങ്കിൽ മാത്രമേ ഫലം പുറപ്പെടുവിക്കുള്ളൂ. അങ്ങനെ സംഭവിച്ചു കഴിയുമ്പോൾ അത് മറ്റൊരു സൃഷ്ടിയായി മാറുകയാണ്. എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് വരുന്ന ഒരു വളർച്ച, അത് ഒരു വ്യക്തിയെ ആവാം, ഒരു വസ്തുവിനെ ആവാം, അതിനെ ഒരു പുതിയതാക്കി മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ പലപ്പോഴും പല മേഖലകളിലും പഴയതിലേക്ക് നോക്കിയിരുന്ന് വിലപിക്കുന്നവരായി നമ്മൾ മാറാറുണ്ട്. എന്നാൽ പുതുമയെ നമ്മൾ സ്വീകരിക്കണം. പുതുമയെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അഴിയപ്പെടണം, ഇല്ലാതായിത്തീരണം. അപ്പോഴാണ് ആ ഒരു കൃപ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, അതിനു വേണ്ടിയിട്ടാണ് ഈശോ പറഞ്ഞത്, നല്ല നിലത്ത് വീണ വിത്ത് എല്ലാം ഗ്രഹിച്ച് കർത്താവിൻ്റെ വചനം കേട്ട് അത് പൂർത്തീകരിച്ച് ഫലം പുറപ്പെടുവിക്കുന്നവരായിത്തീരുന്നു എന്ന് പറഞ്ഞത്. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ആ ഫലങ്ങൾ പുറപ്പെടുവിക്കുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി നമ്മൾ ഓരോ നിമിഷവും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു എന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുക. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 7-ാം തിരുവചനം, ദൈവത്തിങ്കിലേക്ക് തിരിയാൻ നിങ്ങൾ വൈകരുത്. പ്രഭാഷകൻ 5:7, ദൈവത്തിങ്കിലേക്ക് തിരിയാൻ നിങ്ങൾ വൈകരുത്. അതായത് കർത്താവിനോട് ചേർന്ന് നിൽക്കാൻ ഇനിയും മടി വിചാരിക്കരുത് എന്നാണ് അതിൻ്റെ അർത്ഥം. കർത്താവിലേക്ക് തിരിയുക, കർത്താവിനോട് ചേർന്ന് നിൽക്കുക, അവിടെ ഫലം പുറപ്പെടുവിക്കാൻ സാധിക്കും. നമ്മൾ മനുഷ്യനോടും ഈ ലോകത്തോടും ലൗകികതയോടും ലോകവസ്തുക്കളോടും പണത്തോടും സമ്പത്തിനോടും ഒക്കെ ചേർന്ന് നിൽക്കും. എന്നാൽ യേശുവിനോട് ചേർന്ന് നിന്നാലാണ് പൂർണ്ണത അനുഭവിക്കാൻ പറ്റുള്ളൂ. ഇതൊക്കെ ക്ഷണികമാണ്, ക്ഷണികമായതെല്ലാം വിട്ടുപോകും. എന്നാൽ യേശുവിൽ നിന്ന് വരുന്ന അനുഗ്രഹം അത് ശാശ്വതമാണ്, നിത്യമാണ്, അതൊരിക്കലും നമ്മെ വിട്ടുപോകുന്നതല്ല. ആ ഒരു ബോധ്യത്തോടെ യേശുവിനോട് ചേർന്ന് നിന്ന് കഴിയുമ്പോൾ നമ്മൾ പുറപ്പെടുവിക്കുന്ന ഫലം അത് നമുക്ക് മാത്രമല്ല, അത് നമ്മെ രൂപാന്തരപ്പെടുത്തി നമ്മുടെ ജീവിതത്തെ മാറ്റി അനേകരിലേക്ക് അനുഗ്രഹം വർഷിക്കുന്നതായി തീരുകയാണ്. ഒരു കുടുംബത്തിലാണെങ്കിൽ ഒരു കുടുംബനാഥൻ, ഒരു കുടുംബനാഥ എന്ന നിലയിൽ ആ യേശുവിനോട് ചേർന്ന് നിന്ന് അവൻ്റെ വചനം കേൾക്കുമ്പോൾ തന്നെ തന്നെ ഉപേക്ഷിക്കുവാനും തന്നെ തന്നെ ഇല്ലാതാക്കുവാനും അത് കുടുംബത്തിന് അനുഗ്രഹമാക്കുവാനും സാധിക്കും. അതുപോലെ തന്നെ ഒരു മകനോ മകളോ ആണെങ്കിൽ ആ യേശുവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ തൻ്റെ തന്നെ സ്വാർത്ഥതകളിൽ നിന്ന് അകന്ന് ദൈവത്തിങ്കലേക്ക് അടുത്ത് കുടുംബത്തിന് വേണ്ടി, കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി, ഈ സമൂഹത്തിന് വേണ്ടി ഒരു നന്മയായി കൃപയായി മാറാൻ സാധിക്കും. അതാണ് ഈശോ പറഞ്ഞത്, 30 മേനി 60 മേനി 100 മേനി ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരണമെങ്കിൽ അവൻ്റെ വചനം കേൾക്കണമെന്ന്. അങ്ങനെ അവൻ്റെ വചനം കേൾക്കുന്നവരായി നമുക്ക് മാറാം, അവൻ്റെ വചനം സ്വീകരിക്കുന്നവരായി നമുക്ക് മാറാം. ഇന്നേ ദിവസം ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ചൈതന്യം നമ്മിൽ നിറയട്ടെ, കർത്താവിൻ്റെ സ്നേഹം നമ്മിൽ നിറയട്ടെ. പഴയതെല്ലാം കടന്നു പോകുന്നു, പുതിയത് ഇതാ വന്നു കഴിഞ്ഞു. വചനം പഠിപ്പിക്കുന്നതാ, പഴയത് കടന്നുപോയി, പുതിയത് വന്നു കഴിഞ്ഞു. അപ്പോൾ പുതുമയെ സ്വീകരിക്കുവാൻ, യേശുവിനെ സ്വീകരിക്കുവാൻ, യേശുവിൽ വളരാൻ ഇന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം കർത്താവിൻ്റെ സന്നിധിയിൽ ഇതിനുള്ള അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. പഴയതിനെ വിട്ടുകളഞ്ഞ് പുതുമയിലേക്ക് വരുവാനും യേശുവിനെ സ്വീകരിക്കുവാനും യേശുവിലായിരിക്കുവാനും നമുക്കെല്ലാവർക്കും പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പ്രിയപ്പെട്ടവരെ, നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് സമർപ്പിക്കാം. പ്രത്യേകമായിട്ട് ഇന്നത്തെ നിയോഗം കടബാധ്യതകളിലും പ്രതിസന്ധികളുമായിരിക്കുന്ന അനേകരെയും അനേക കുടുംബങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാം ജീവിത മേഖലകളിൽ ദൈവിക ഇടപെടൽ ഉണ്ടാവാനായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങളെയും ഓർക്കാം. പ്രാർത്ഥന ആവശ്യപ്പെട്ടവരെല്ലാം ഓർക്കാം. അതുപോലെ തന്നെ സകല മാലാഖമാരുടെയും കാവൽ ദൂതന്മാരുടെയും സംരക്ഷണം നമുക്ക് പ്രാർത്ഥിക്കാം. സകല വിശുദ്ധരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് പ്രത്യേകമായിട്ട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇടവകയുടെ വിശുദ്ധനെ പ്രത്യേകമായിട്ട് മധ്യസ്ഥം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരുടെയും പ്രത്യേകമായ മധ്യസ്ഥതയാൽ
ഞങ്ങളുടെ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ എന്നും എല്ലാ പ്രാർത്ഥനകളും അനുഗ്രഹമാക്കി മാറ്റണമേ എന്നും നമുക്ക് പ്രത്യേകമായി ഈ നിമിഷം ഓർക്കാം. എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും കർത്താവിലേക്ക് ഉയർത്തി കർത്താവെ അങ്ങയുടെ സ്നേഹത്തിൽ വളരുവാൻ ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ.
ഈശോയുടെ ആശീർവാദത്തിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം. തിരുസഭയോട് ചേർന്ന് നമ്മൾ ആശീർവാദം സ്വീകരിക്കുന്നു. പരിശുദ്ധ പിതാവിനോട് ചേർന്ന് കർദിനാളന്മാരോടും മെത്രാന്മാരോടും വൈദികരോടും സമർപ്പിതരോടും എല്ലാ ദൈവജനത്തോടും ചേർന്ന് ഏകമനസ്സോടെ പ്രാർത്ഥനയിൽ ഈശോയുടെ ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.